To watch this video in English, please visit the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും എൻ്റെ ചാനലായ ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എവല്യൂഷൻ ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ബിഗ് ബാങ് തിയറി, ഒറിജിൻ ഓഫ് എർത്ത്, ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്, അതിനെ പറ്റിയുള്ള ഡിഫറെൻറ്റ് തിയറീസ്, പിന്നെ കെമിക്കൽ എവല്യൂഷൻ ബൈ ഒപ്പാരൻ ആൻഡ് ഹാൾഡെയ്ൻ, അതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ബൈ യൂറി മില്ലർ. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നത് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് എവല്യൂഷനുള്ള എവിഡൻസസ് അല്ലെങ്കിൽ തെളിവുകളെ കുറിച്ചാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എവല്യൂഷൻ എന്ന ടേം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം. ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെർബർട്ട് സ്പെൻസർ എന്നൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. എന്താണ് ഇതിൻ്റെ മീനിങ്? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അൺഫോൾഡ് ചെയ്യുന്ന നോക്കിയാൽ മടക്കി വെച്ചിരിക്കുന്നതിന് തുറക്കുക, അല്ലേ? തുറന്ന് വരിക, അതാണ് അൺഫോൾഡ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ചേഞ്ച്. നമുക്കറിയാം എവല്യൂഷൻ എന്ന് പറയുന്നത് ഒത്തിരി നാളുകൾക്ക് മുമ്പ്, അതായത് നമ്മൾ പറഞ്ഞു 4.5 ബില്യൺ ഇയേഴ്സ് എഗോ എർത്ത് ഫോം ചെയ്തു, 4 ബില്യൺ ഇയേഴ്സ് എഗോ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, ഈവൻ 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ആദ്യത്തെ ആ പ്രോട്ടോബയോൺ ഉണ്ടായത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് 1.6 ബില്യൺ ആയപ്പോഴേക്കും യൂകാരിയോട്സ് ഉണ്ടായി. പക്ഷെ അവിടുന്ന് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവോൾവ് ആവുന്നുണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. അത് പക്ഷെ അറിയണമെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഒന്നിച്ചെടുത്താലേ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷം പഠിക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ് ചേഞ്ച് ആയിട്ടുണ്ടാവും, ഈ മനുഷ്യൻ്റെ ഈ ഫോമും ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ എവല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവല്യൂഷൻ ഇനോർഗാനിക്കും ആകാം, ഓർഗാനിക്കും ആകാം. അപ്പം എലമെൻറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നു വിത്ത് ടൈം. എപ്പോഴും ടൈം ഒരു ഫാക്ടറാണ്, അല്ലേ? ടൈമിനനുസരിച്ച് എലമെൻറ്റ്സ് ചേഞ്ച് ആവുന്നതിന് നമ്മൾ ഇനോർഗാനിക് എവല്യൂഷൻ എന്നും, അതേസമയം ടൈമിനനുസരിച്ച് ലിവിങ് ഓർഗാനിസംസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഓർഗാനിക് എവല്യൂഷൻ എന്നും പറയുന്നു. ഇനി എവല്യൂഷണറി ബയോളജി പഠിക്കുന്ന നമുക്ക് ഇനോർഗാനിക്കിന് ഇപ്പം അത്ര വേണ്ട. നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഓർഗാനിക് എവല്യൂഷൻ. അപ്പോൾ ഓർഗാനിക് എവല്യൂഷൻ്റെ തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ആദ്യം പറഞ്ഞത് ആരാ? ചാൾസ് ഡാർവിൻ. അത് നമുക്കൊരു പുതിയ പേരല്ല, അല്ലേ? എപ്പോൾ നമ്മൾ പരിണാമം അഥവാ എവല്യൂഷൻ എന്ന് കേട്ടാലും ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന ഒരു പേരാണ് ചാൾസ് ഡാർവിൻ. മറ്റൊരു സയൻറ്റിസ്റ്റിനെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഓർഗാനിക് എവല്യൂഷനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ തിയറീസ് എന്താണ്? അദ്ദേഹം പറയുന്നത് ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് മാറി മാറി വരുന്നു, പക്ഷേ അതിലേക്ക് എന്താണ്? മോഡിഫൈഡ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ തന്നെ എവല്യൂഷൻ എടുത്തു നോക്കി. നമ്മൾ പറഞ്ഞു ആദ്യം സെല്ലുലാർ ഫോം ഉണ്ടായി, പിന്നെ അത് പ്രൊക്യാരിയോട്ടായി, പ്രൊക്യാരിയോട്ടിൽ നിന്ന് യൂകാരിയോട്സ് ഉണ്ടായി, ആ യൂകാരിയോട്സിൽ നിന്ന് എന്തായി? സ്ലോലി മൾട്ടി സെല്ലുലാർ ഫോംസ് ഒറിജിനേറ്റ് ചെയ്തു. എപ്പോഴും സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നൊരു ഫോമിലാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം മൾട്ടി സെല്ലുലാർ ഉണ്ടായപ്പോൾ വളരെ സിമ്പിൾ ബോഡി ഓർഗനൈസേഷൻ. അത് തന്നെ രണ്ട് തരത്തിലുണ്ടായി, പ്ലാന്റ്സും ആനിമൽസും. പ്ലാന്റ്സിൽ ആദ്യം സീഡ്ലെസ് ഫോംസ് ഉണ്ടായി, അതായത് സ്പോർ കൊണ്ട് ക്രിപ്റ്റോഗ്യാംസ്, റൈറ്റ്? അതായത് താലോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ഒക്കെ. ആനിമൽസിലോ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് ആദ്യം ഉണ്ടായത്, അപ് ടു എക്കിനോഡെർമേറ്റ, പോറിഫെറം തുടങ്ങി എക്കിനോഡെർമേറ്റ വരെ. ഇനി അത് കഴിഞ്ഞിട്ടോ കോംപ്ലെക്സ് ഫോംസ്. കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ എന്താ? സീഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏതിലാണ് വരുന്നത്? ജിംനോസ്പോംസിലും ആൻജിയോസ്പോംസിലും. ആനിമൽസിൻ്റെ കേസിലോ ഇൻവെർട്ടിബ്രേറ്റ്സിൽ നിന്ന് വെർട്ടിബ്രേറ്റ്സ് ആയി. വെർട്ടിബ്രേറ്റ്സിൽ തന്നെ പല ക്ലാസ്സസ് പതുക്കെ ഇവോൾവ് ചെയ്തു വന്നു. ആദ്യം ഫിഷ് ഉണ്ടായി, അതിൽ നിന്ന് ആംഫിബിയൻ ഉണ്ടായി, റെപ്റ്റൈൽസ് ഉണ്ടായി, റെപ്റ്റൈൽസിന് ഏപ്സ് അല്ലെങ്കിൽ ബേർഡ്സ്, പിന്നെ എന്തായി? മാമൽസ്. നമ്മുടെ ഇപ്പോഴത്തെ ഹ്യൂമൻ ബീയിങ്സ് ഏപ്സിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ട് ഇത് ഡിസെൻഡ് വിത്ത് മോഡിഫിക്കേഷൻ, മോഡിഫൈ ചെയ്ത് വരികയാണ്. ഒരിക്കലും ഒരു ഫോം മറ്റൊന്നും ആകുന്നില്ല. ഇപ്പോൾ യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ ആയെങ്കിൽ ഇപ്പം നമുക്ക് മൾട്ടി സെല്ലുലാർ മാത്രമല്ലേ കാണുള്ളൂ, പക്ഷെ നമുക്ക് സ്റ്റിൽ വി ഹാവ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ എല്ലാം ഇല്ലേ, പ്രോട്ടിസ്റ്റൻസ് ഒക്കെ ഇല്ലേ. അപ്പോൾ അത് കുറച്ച് ആ ലൈനിൽ നിൽക്കും, കുറച്ച് പേര് ഇവോൾവ് ആവും. അതിൽ നിന്ന് കുറച്ച് ഒരു അതേ ലൈനിൽ നിൽക്കും, കുറച്ച് ഇവോൾവ് ആവും. അങ്ങനെ മോഡിഫൈ ചെയ്താണ് എവല്യൂഷൻ സംഭവിക്കുന്നതെന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള തിയറി ഏതാ? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അത് ചുമ്മാ അദ്ദേഹം പറയുകയായിരുന്നോ? അല്ല. തൻ്റെ 5 വർഷത്തെ ഒബ്സർവേഷൻ, HMS ബീഗിൾ എന്നൊരു ഷിപ്പിൽ, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് HMS ബീഗിൾ എന്നൊരു ഷിപ്പ് പുറപ്പെട്ടു. ആ വോയേജിൽ ഒരു നാച്ചുറലിസ്റ്റ് ആയിട്ടാണ് ഇദ്ദേഹം ജോയിൻ ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു എന്നറിയോ? 22 വയസ്സ്. അങ്ങനെ 1831 പുറപ്പെട്ട ആ ഷിപ്പ് തിരിച്ച് ഇംഗ്ലണ്ടിൽ എത്തിയത് എപ്പോഴാണ്? 1836. ആ 5 വർഷത്തെ നീണ്ട യാത്രയിൽ പല സ്ഥലത്തും അദ്ദേഹം ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു. നമ്മൾ ഈ 5 വർഷം എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹം കപ്പൽ യാത്ര ചെയ്ത് 18 മാസം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം അദ്ദേഹം ഓരോ തീരത്തിറങ്ങി അവിടെ ഒബ്സർവേഷൻസ് നടത്തുകയായിരുന്നു.
മെയിനായിട്ട് അദ്ദേഹം ഗാലപ്പാഗോസ് ഐലൻഡ്, സൗത്ത് അമേരിക്കയിലെ ഗാലപ്പാഗോസ് ഐലൻഡ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ നടത്തിയത്. അന്ന് അദ്ദേഹം നടത്തിയ ഒബ്സർവേഷനെ കുറിച്ച് നമ്മൾ വീണ്ടും ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ ഒരു തിയറി ആയിരുന്നു നാച്ചുറൽ സിലക്ഷൻ. അതായത് നേച്ചർ സെലക്ട് ചെയ്യുന്നു, നല്ലതിനെ നേച്ചർ സെലക്ട് ചെയ്യുന്നു. എന്നാലും അദ്ദേഹത്തിന് അതൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇത് ശരിയായിരിക്കുമോ, എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, അത് എന്നെ കല്ലെറിയോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് ശക്തമായ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്ത മറ്റൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ആൽഫ്രഡ് വാലസ്. ആൽഫ്രഡ് വാലസ് ഡാർവിനെ പോലെ തന്നെ ഈ നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ പരിസ്ഥിതിയൊക്കെ നിരീക്ഷിക്കുകയും ഒത്തിരി യാത്രകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. പണമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല യാത്രകളിലും അദ്ദേഹം സംഭരിക്കുന്ന സാധനങ്ങൾ വിറ്റിട്ടാണ് ആ കാശ് കൊണ്ടാണ് അടുത്ത എക്സ്പെഡീഷന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കൽ മലേറിയ വന്നു. അദ്ദേഹം മലായ് ആർച്ചിപ്പിലാഗോ ഐലൻഡ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായൊരു ഇൻസൈറ്റ് ആയിരുന്നു ഈ നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ അത് ഡാർവിൻ ഒരു കത്ത് എഴുതി ഡാർവിനെ അറിയിച്ചു. അപ്പോൾ ഡാർവിന് സന്തോഷമായി. കാരണം തനിക്ക് തോന്നി അത് തന്നെ മറ്റൊരാളെ ഒബ്സർവ് ചെയ്തല്ലോ, അപ്പോൾ കറക്റ്റ് ആയിരിക്കും അല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ ഇനിഷ്യൽ ആ പബ്ലിക്കേഷനിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരുണ്ടായിരുന്നു. പിന്നീടാണ് ചാൾസ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന തൻ്റെ പുസ്തകം രചിച്ചത്. തൻ്റെ വോയേജിലൂടെ പല ഒബ്സർവേഷൻസ് നടത്തിയ ഡാർവിൻ കണ്ടെത്തിയ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നെന്നല്ലേ, ഓർഗാനിസംസ് ഓർ ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് ഷെയർ സിമിലാരിറ്റീസ് ഓഫ് വേരിയിങ് ഡിഗ്രി not only among themselves also with the organisms lived in the past. അതായത് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഓർഗാനിസത്തിനും കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഓർഗാനിക് എവല്യൂഷൻ്റെ എവിഡൻസസിനെ കുറിച്ച് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ എവിഡൻസ് ഫോസിൽ എവിഡൻസ് ആണ് അല്ലേ. നമുക്ക് എന്ത് ഒരു പഴയ വസ്തു കിട്ടിയാലും അതിൽ നിന്നാണ് നമുക്ക് പഴയ കാലത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നത്. ഫോസിൽ എന്നാൽ എന്താണ്? പ്രിസർവ്ഡ് ട്രേസസ് ഓഫ് ആനിമൽസ്, അതായത് പണ്ട് ജീവിച്ചിരുന്ന ആനിമൽസിൻ്റെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ രൂപം എല്ലാം പ്രിസർവ് ചെയ്ത ഫോമിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിലിൻ്റെ സ്റ്റഡിയെ നമ്മൾ പറയുന്ന പേരാണ് പാലിയന്റോളജി. അപ്പോൾ എവല്യൂഷൻ പഠിക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് പാലിയന്റോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ഫോസിൽ എവിഡൻസ്. അത് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ പറയുന്ന പേരാണ് പാലിയന്റോളജി. പാലിയന്റോളജിസ്റ്റ്, സയൻറ്റിസ്റ്റ്, ആ ശാസ്ത്രശാഖയാണ് പാലിയന്റോളജി. നൗ ഫാദർ ഓഫ് പാലിയന്റോളജി ലിയനാർഡോ ഡാവിഞ്ചി ആണ്. ഇനി നമ്മൾ ഫോസിൽ പഠിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു ഫോസിൽ കിട്ടിയാൽ എപ്പോഴും അതിനെ അനലൈസ് ചെയ്യുന്ന അത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ അതിന് രണ്ട് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത് അതിനെ പഠിക്കാനായിട്ട്. ഒന്ന് റിലേറ്റീവ് മെത്തേഡ്, രണ്ട് ആബ്സല്യൂട്ട് മെത്തേഡ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഇതിപ്പോൾ നോക്കിയാൽ കുറേ ഒരു സോയിലിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റയാണെന്ന് വിചാരിക്കാം. സ്ട്രാറ്റ എന്ന് വെച്ചാൽ എന്താ? ലെയേഴ്സ് അല്ലേ. അപ്പോൾ ഇത് ഏറ്റവും താഴത്തെ ലെയർ, പിന്നെ ബി, സി, ഡി, ഇതൊക്കെ എനിക്ക് ഫോസിൽസ് കിട്ടിയതാണ്. ഒരേ സ്ഥലത്ത് ഞാൻ ഡിഗ് ചെയ്ത് പോയപ്പോൾ കിട്ടിയ ഫോസിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാമോ ഏറ്റവും താഴെ നിന്ന് കിട്ടിയത് ലോവസ്റ്റ് സ്ട്രൈറ്റയിൽ നിന്നാണ് എനിക്ക് എ കിട്ടിയിരിക്കുന്നത്, അപ്പർ സ്ട്രൈറ്റയിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഇതിൽ ഏതായിരിക്കും ഏറ്റവും ഓൾഡസ്റ്റ് ഫോസിൽ? കറക്റ്റ്, ഏറ്റവും താഴെ നിന്ന് കിട്ടുന്നതല്ലേ ഏറ്റവും ഓൾഡസ്റ്റ്, കാരണം അത്രയും പഴക്കം ചെന്നതാണ് അടിയിൽ അല്ലേ, പിന്നെയല്ലേ മേളിലോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് ഒരു എയും കിട്ടി, ഒരു സിയും കിട്ടി. ഓക്കെ, ചിലപ്പോൾ ബി കിട്ടിയെന്നില്ല ആദ്യം തന്നെ. അപ്പം ഞാൻ അതിനെ തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ എനിക്കറിയാം സി എയേക്കാളും പ്രായം കുറവാണ്, അല്ലെങ്കിൽ ഇത്രയും ലെയേഴ്സ് മേളിൽ നിന്ന് കിട്ടി, ഇത്രയും വർഷത്തെ പഴക്കം അതിനുണ്ട്. മിക്കവാറും ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് സെഡിമെൻ്ററി റോക്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഏജ് നമുക്ക് അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയ ഒരു ഫോസിലെ വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ആ കിട്ടിയ ഫോസിലിനെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ഓർഗാനിസമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ ഒരു റിലേറ്റീവ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ അവിടെ നടത്തുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡോ ആബ്സല്യൂട്ട്, അതായത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ഡേറ്റിംഗ് മെത്തേഡ്സ്. അതായത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഉപയോഗിച്ചാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. യുറേനിയം ലെഡ് റേഡിയോ ആക്റ്റീവ് മെത്തേഡ് ഉണ്ട്, പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡേറ്റിംഗ് മെത്തേഡാണ്. അതായത് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഉണ്ട് C14. ഈ എല്ലാ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിനും ഒരു ഹാഫ് ലൈഫ് പീരിയഡ് ഉണ്ട്. അപ്പോൾ കാർബൺ 14 ആ ഹാഫ് ലൈഫ് പീരിയഡ് ആകുമ്പോഴേക്കും N14 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറയുന്നത് 5568 വർഷങ്ങളാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫോസിലിൻ്റെ അതിനകത്തുള്ള കാർബണിൻ്റെ എമൗണ്ട് കണ്ടെത്തി എനിക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എത്ര വർഷം പഴക്കമുള്ളതാണെന്ന്. അതാണ് ഡേറ്റിംഗ് മെത്തേഡ്. ഇതാണ് നമ്മൾ ഫോസിൽ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫോസിൽസ് നോക്കാം. ഫോസിൽസ് പലതരത്തിലുണ്ട്.
ചിലപ്പോൾ ആക്ച്വൽ റിമെയിൻസ്, അതായത് ദ ഹോൾ ഓർഗാനിസം അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് കിട്ടും. അത് വളരെ റെയറായിട്ടേ കിട്ടുകയുള്ളൂ. സാധാരണ ഈ ഐസിനകത്ത് പെട്ടുപോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ആർട്ടിക് ആൽപൈൻ റീജിയനിലൊക്കെ ആനിമൽസ് ഈ ഐസ് ഗ്ലേസിയേഷനൊക്കെ വരുമ്പോൾ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് കിട്ടും. പക്ഷെ അത് വളരെ ഡീപ്പായിട്ട് കിട്ടുന്ന കാര്യം പാടാണ്. അതിലൊരു എക്സാമ്പിളാണ് വൂളി മാമത്ത്. നമുക്ക് 25,000 ഇയർ ഓൾഡ് ഒരു ആനിമൽ നമുക്ക് എവിടെ നിന്ന് കിട്ടി? സൈബീരിയയിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ആംബർ അല്ലെങ്കിൽ റെസിൻ, പ്ലാന്റിൻ്റെ ആംബർ റെസിൻസിലൊക്കെ സ്റ്റെക്കായി പോകുന്ന കുറേ ഇൻസെക്ട്സ് ഒക്കെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എൻറ്റയർ ബോഡിയാണ് കിട്ടുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ശേഖരിക്കാനും ആകും. പിന്നെയുള്ളത് പെട്രിഫിക്കേഷൻ. പെട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് സെഡിമെൻ്ററി റോക്സിൽ നിന്നാണ് കിട്ടുന്നത്. മോസ്റ്റ് ഓഫ് ദ ഫോസിൽസ് നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അതായത് സെഡിമെൻറ്റേഷൻ നടന്നുണ്ടാകുന്ന റോക്കിനെയാണ് എന്ത് പറയുന്നത്? സെഡിമെൻ്ററി റോക്ക്. അപ്പോൾ ഈ സെഡിമെൻ്ററി റോക്കിൽ ഈ ഇടയിൽ പെട്ടുപോകും. ഒരു ലെയർ വന്നു, അടുത്ത ലെയർ വീഴുന്നതിന് മുമ്പ് ഒരു ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റ് അതിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ എന്ത് പറ്റും? അതവിടെ പ്രിസർവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് പാർട്സ് ഒക്കെ എപ്പോഴും ആദ്യമേ അങ്ങ് ഡീകേ ചെയ്ത് പോകും. പക്ഷേ ഹാർഡ് പാർട്ട് അവിടെ ഇരിക്കും. പിന്നെ ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം അത് സ്ലോലി മിനറലൈസ് ആകും. അതായത് ഓർഗാനിക് മോളിക്യൂൾസ് മാറിയിട്ട് മിനറൽസ് വരും. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു രൂപം അങ്ങനെ തന്നെ കിട്ടും. പിന്നെ കംപ്രഷൻസ്, ഇൻക്രസ്റ്റേഷൻ, മോൾഡ്, കാസ്റ്റ്, ഇതെല്ലാം മോറോർലെസ് സെയിം ആണ്. ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം അങ്ങ് നശിച്ചു പോകും. പക്ഷേ ആ ഔട്ടർ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ചിലപ്പോൾ അതൊരു മോൾഡ് പോലെ നമുക്ക് അവിടെ കാണാൻ പറ്റും, ആ ഒരു മോൾഡ് പോലെ, അല്ലെങ്കിൽ ഒരു കാസ്റ്റ്, ഒരു ഹാർഡ് ഡെപ്പോസിറ്റ് വന്നിട്ട് അതിനെ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയാണെങ്കിലും നമുക്കതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ നമുക്കവിടെ ലഭ്യമാണ്. പിന്നെയുള്ളത് ഇംപ്രഷൻസ്. ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ തം ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു റോക്ക് സർഫസിലോ മണ്ണിൻ്റെ ഉറച്ച മണ്ണിലോ അല്ലെങ്കിൽ ലാവ എവിടെയൊക്കെ ഇതിൻ്റെ ഇംപ്രഷൻ നമുക്കറിയാൻ പറ്റും ഈ ആനിമലിൻ്റെ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടും. പിന്നെ പാലിനോഫോസിൽ, അതായത് സ്പോർസ് അല്ലെങ്കിൽ പോളൻ പോലെയുള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ഫോസിലൈസ്ഡ് ആവുന്നതിനെയാണ് നമ്മൾ പാലിനോഫോസിൽ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ സ്റ്റഡിയാണ് പാലിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ബിക്കോസ് ഓഫ് ദ സ്പോറോപോളനിൻ പ്രസന്റ് ഇൻ ദ എക്സൈൻ, അല്ലേ? അതൊരു കാരണമാണ്. പിന്നെ ലാസ്റ്റ് കോപ്രോലൈറ്റ്സ്. കോപ്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചില ആനിമൽസിൻ്റെ ഫീക്കൽ മാറ്റർ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ, അതിൻ്റെ കാഷ്ടം, അത് എന്തായിട്ട് ഫോസിലൈസ് ചെയ്യാറുണ്ട്, അല്ലേ? അതാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൽ നിന്നും നമുക്ക് വിവരം ശേഖരിക്കാനാകും, അതിൻ്റെ ബയോകെമിക്കൽ നേച്ചറൊക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോപ്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഏത് തരം ഫോസിലായാലും ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു വസ്തുതയുണ്ട്, ഇവയ്ക്കെല്ലാം ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ആ കോമൺ ആൻസസ്റ്റർ ഒറ്റ പോയിന്റ് ഓഫ് ടൈമിൽ ഇതാവുകയായിരുന്നോ? അല്ല, അല്ലേ? പതുക്കെ പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ടൈം പീരീഡും നമ്മുടെ എവല്യൂഷൻ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇതിനെ പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് ക്ലോസ്ലി കോറിലേറ്റ്സ് വിത്ത് ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്. അതായത് ഈ ടൈം പീരീഡിനനുസരിച്ചാണ് ബയോളജിക്കൽ ഹിസ്റ്ററിയും ഇവോൾവ് ആയി വന്നത്. അങ്ങനെ ഈ എർത്തിൽ നടന്ന ഒരു സീക്വൻഷ്യൽ ഇവൻറ്റ്സ് അക്കോർഡിംഗ് ടു ടൈം നമ്മൾ അതിനെ ഒരു ടേബിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. എവല്യൂഷൻ പഠിക്കുന്ന ഒരാൾക്ക് ജിയോളജിക്കൽ ടൈം സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ബയോളജിക്കൽ ടൈം സ്കെയിൽ അല്ലെങ്കിൽ ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ കുറിച്ച് നോക്കാം. ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ നമ്മൾ 2 ഇയോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ക്രിപ്റ്റോസോയിക് ആൻഡ് ഫെനറോസോയിക്. ഇനി ഓരോ ഇയോണിനെയും നമ്മൾ വീണ്ടും എറാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 എറാസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്നറിയോ? പ്രീ കാംബ്രിയൻ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സീനോസോയിക് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രീ കാംബ്രിയൻ, പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സീനോസോയിക്. ഇനി ഓരോ എറ വീണ്ടും നമ്മൾ പീരിയഡ്സ് ആൻഡ് എപ്പോക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ തന്നെയാണ് പ്രീ കാംബ്രിയൻ. നമ്മൾ ഏറ്റവും പുരാതനമായതിൽ നിന്ന് മുമ്പിലോട്ട് വരികയാണ്. ഓക്കെ, പ്രീ കാംബ്രിയനിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിയോ? പ്രോട്ടിയോസോയിക്, ആർക്കിയോസോയിക് ആൻഡ് എസോയിക്. അതിൽ പ്രോട്ടിയോസോയിക് ആണ് ഏൻഷ്യൻ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തെന്ന് കരുതപ്പെടുന്നത്. ഇനി അടുത്ത എറ എന്ന് പറയുന്നത് ഏതാണ്? പാലിയോസോയിക്. പാലിയോസോയിക്കിനെ നമ്മൾ വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതും ഏൻഷ്യൻ ടു ന്യൂവെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കാംബ്രിയൻ, ഓഡോവിഷ്യൻ, സൈലൂറിയൻ, ഡീവോണിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ. ഇതിൽ കാംബ്രിയൻ പീരീഡ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സ്, ഏർലി ഇൻവെർട്ടിബ്രേറ്റ്സ് ലൈക്ക് ട്രൈലോബൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രൈലോബൈറ്റ് നമുക്ക് കിട്ടിയൊരു ഫോസിലാണ്. ഓഡോവിഷ്യൻ ആൻഡ് സൈലൂറിയൻ വന്നപ്പോഴേക്കും
ഏതാണ്ട് ഈ ഇൻവെർട്ടിബ്രേറ്റ്സ് തന്നെ കുറച്ചുകൂടി ഹയർ ഇൻവെർട്ടിബ്രേറ്റ്സ് ആവുകയും അതിൽ നിന്ന് ഏർലി വെർട്ടിബ്രേറ്റ്സ് ഉണ്ടായി തുടങ്ങി. ഡീവോണിയൻ വന്നപ്പോഴേക്കും ഫിഷ് ഒറിജിനേറ്റ് ചെയ്തു. ഫിഷിൻ്റെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു ഡീവോണിയൻ പീരീഡ്. കാർബോണിഫറസ് ആൻഡ് പെർമിയൻ നമുക്ക് ഫേൺസിൻ്റെ കാലഘട്ടം നിന്നും പെർമിയൻ എത്തിയപ്പോഴേക്കും ആംഫിബിയൻസ് ഉണ്ടാവുകയും ചെയ്തു. ഈ ഫേൺസിൻ്റെ കാലഘട്ടം, അതായത് കാർബോണിഫറസ് ടൈമിലാണ് ഈ ലാർജ് എമൗണ്ട് ഓഫ് ഫേൺസ് മണ്ണിനടിയിൽ മൂടപ്പെടും. അങ്ങനെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഫോസിൽ ഫ്യൂൽസ് ആയ പെട്രോളും കോളൊക്കെ ഉണ്ടായത് ഈ സമയത്താണെന്നാണ് കരുതപ്പെടുന്നത്. പെർമിയൻ ആയപ്പോഴേക്കും ആംഫീബിയൻ ഉണ്ടായി. ആംഫീബിയൻ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചില തരം ഫിഷ് ചിലപ്പോഴൊക്കെ കരയിലേക്ക് വരുമായിരുന്നു. അവരുടെ സ്റ്റൗട്ടായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ആ വാല് വെച്ചിട്ട് അവർ കരയിൽ നടന്നു. കരയിൽ നടക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് അറ്റ്മോസ്ഫിയറിക് എയർ ശ്വസിക്കാനുള്ള അഡാപ്റ്റേഷൻ കിട്ടി തുടങ്ങി അല്ലേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവർ തിരിച്ച് വെള്ളത്തിലോട്ട് പോയി. അപ്പോൾ അതിനെ നമ്മൾ ആംഫീബിയൻ്റെ പ്രിക്കേഴ്സർ അല്ലെങ്കിൽ ആംഫീബിയൻ്റെ ആൻസസ്റ്റർ ആയിട്ട് നമ്മൾ കരുതുന്നുണ്ട്. നമ്മൾ അതിലൊരു എക്സാമ്പിളാണ് സീലാക്യാന്ത്. നമ്മളത് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് വിചാരിച്ചെങ്കിലും 1938 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അതിനെ നമുക്ക് ഒരെണ്ണത്തിനെ കിട്ടുകയുണ്ടായി. ഇനി അടുത്ത ഇറ എന്ന് പറയുന്നത് എന്താണ്? മീസോസോയിക്. മീസോസോയിക്കിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ട്രയാസിക്, ജുറാസിക് ആൻഡ് ക്രെട്ടേഷ്യസ്. ഇതിൽ ജുറാസിക് നമുക്കെല്ലാം ഏറെക്കുറെ പരിചയമുണ്ട് അല്ലേ. നമ്മൾ മൂവി കണ്ടിട്ടുണ്ട്, ജുറാസിക് വേൾഡും ജുറാസിക് പാർക്കൊക്കെ. അതിൽ നമ്മൾ ഡൈനസോഴ്സിനെ കുറിച്ച് കുറേ കണ്ടു, എന്ത് ഹ്യൂജ് ആനിമൽസ് ആണെന്നല്ലേ. അപ്പോൾ ഈ ഡൈനസോഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത ടൈമാണ്. അതിനെ ഗോൾഡൻ ഏജ് ഓഫ് ഡൈനസോഴ്സ് എന്നാണ് പറയുന്നത്. അതിനെ പ്രിഡോമിനൻറ്റ് ടൈം ഓഫ് ജിംനോസ്പേംസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഡൈനസോഴ്സിനെ കുറിച്ച് കുറച്ച് നോക്കാം. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡൈനസോഴ്സിൻ്റെ എവല്യൂഷനെ കുറിച്ചുള്ള ഒരു ചെറിയ പിക്ചർ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈൻ ഓഫ് എവല്യൂഷൻ. ഏതൊക്കെയാണ്? ബ്രാക്കിയോസോറസ്, സ്റ്റീഗോസോറസ് ആൻഡ് ട്രൈസെറാടോപ്സ്. ഇത് മൂന്നും ഹെർബിവോറസ് ആയിട്ടുള്ള ഡൈനസോഴ്സ് ആയിരുന്നു. ഇവർക്ക് ശേഷം ഉണ്ടായ ഒരു ഭീകരനായിരുന്നു ആര്? ടൈറാനോസോറസ് റെക്സ്. അത് ഏറ്റവും വലുതും പ്രോമിനൻറ്റും ആയിരുന്നു. പിന്നെ അത് കാർണിവോർ ആയിരുന്നു. ഏതാണ്ട് 65 മില്യൺ ഇയേഴ്സ് എഗോ ഇവർ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത് ഭൂമുഖത്ത് നിന്ന്. അതിനെക്കുറിച്ച് പല തിയറീസ് ഉണ്ട്. കൃത്യമായ ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് അറിയാൻ വയ്യ. എങ്കിലും ചിലർ പറയുന്നു ഒരു മീറ്റിയറൈറ്റ് ഹിറ്റ് കൊണ്ട് എല്ലാം നശിച്ചുപോയിന്ന്. ചിലർ പറയുന്നു ഫുഡിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ, അവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് വേണമായിരുന്നു, അത് തികയാതെ വന്നപ്പോൾ അവരുടെ നമ്പർ കൂടിയപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കലാമിറ്റീസ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്, വോൾക്കാനിക് ഇറപ്ഷനും അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റി കൊണ്ട് വൈപ്പ് ഓഫ് ആയി എന്ന് പറയുന്നു. പക്ഷേ എന്നാലും ഏറ്റവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് ഡൈനസോഴ്സ് ബേർഡ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ 2 ലൈൻ ഓഫ് എവല്യൂഷൻ ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് ഡൈനസോഴ്സിനെ കാണാം. പക്ഷെ നടുക്ക് നിങ്ങൾക്ക് ഒരു ലൈനിൽ വേറെ ഓർഗാനിസം, ആ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത മറ്റു ഓർഗാനിസത്തിനെയും കാണാം. അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് നോക്കി, ആർക്കിയോപ്ടെറിക്സ്. ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്നത് ശരിക്കും വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ലിങ്കാണ് എവല്യൂഷനിൽ. അതായത് ആർക്കിയോപ്ടെറിക്സ് നമ്മുടെ ബേർഡ്സിനെയും ഡൈനസോഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. എന്താണെന്നല്ലേ? കാരണം അതിന് രണ്ടിൻ്റെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ബേർഡ്സിനെ പോലെ ബീക്കൊക്കെ ഉണ്ടായിരുന്നു, അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഡൈനസോഴ്സ് ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആർക്കിയോപ്ടെറിക്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ആ ലിങ്ക്. അതായത് ഡൈനസോഴ്സ് റെപ്റ്റൈൽസ് ആയിരുന്നു, റെപ്റ്റൈൽസിൽ നിന്ന് എന്തായിട്ട് മാറി? ബേർഡ്സ് ആയിട്ട് ഇവോൾവ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ നമ്മൾ കാണുന്ന മറ്റൊരാളാണ് ക്രോക്കഡിലിയൻസ്. അവർ ഇപ്പോഴും ക്രോക്കഡൈൽസ് നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരധികം മാറ്റങ്ങളൊന്നും കൂടാതെ സർവൈവ് ചെയ്ത് വന്നു. മൂന്നാമത് കാണിച്ചിരിക്കുന്നത് ടീറനോഡോൺ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണം, ഈ നെയിംസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. Cenozoic or the present era is divided into 2 periods, that is quaternary and tertiary. Tertiary period, mammals, birds and angiosperms originated. Quaternary period is known as, the present stage is known as the time of man and herbs, that is the most evolved animals and birds on the planet. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോസിൽ എവിഡൻസിനെ കുറിച്ചാണ്. ഇനിയുള്ള എവിഡൻസ് എല്ലാം ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് എല്ലാം ഇഷ്ടപ്പെടുന്നെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വാല്യുബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകും. ഈ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.